കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന് കർശന സുരക്ഷയൊരുക്കി പോലീസ്. സുഗമമായ ആഘോഷ പരിപാടികൾക്കായി ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായി കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിൽ പുതിയ കൃഷിഭവൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. കർഷകരോടുള്ള അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ചടങ്ങിൽ നിന്നും കോൺഗ്രസ് വിട്ടുനിന്നു. ഇന്നസെന്റ് ഒരു പാഠപുസ്തകമാണെന്ന് സിനിമാ താരം സലീം കുമാർ. ലെജൻഡ്സ് ഓഫ് ഇരിഞ്ഞാലക്കുടിയുടെ ഇന്നസെന്റ് സ്മൃതി സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന് കർശന സുരക്ഷയൊരുക്കി പോലീസ്. സുഗമമായ ആഘോഷ പരിപാടികൾക്കായി ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായി കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ പറഞ്ഞു. ക്ഷേത്രത്തെയും നഗരത്തെയും 2 സോണുകളായി തിരിച്ച് 2 DYSPമാർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം, വനിതാ പോലീസിന്റെ സേവനവും ഉറപ്പാക്കുമെന്നും സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അറിയിച്ചു. ക്ഷേത്രത്തെയും നഗരത്തെയും 2 സോണുകളായി തിരിച്ച് 2 DYSPമാർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. ക്രമസമാധാന ചുമതല കൊടുങ്ങല്ലൂർ DYSP VK രാജുവിനാണ്. തൃശൂർ റൂറൽ DCRB DYSP SY സുരേഷിനാണ് ട്രാഫിക് ചുമതല. 5 സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ കീഴിൽ 350 പോലീസ് ഉദ്യോഗസ്ഥർ ഭരണി ആഘോഷത്തിന് ഡ്യൂട്ടിയിൽ ഉണ്ടാകും. വിവിധ സെഗ്മെന്റുകളെ ബന്ധിപ്പിച്ച് ബൈക്ക് പെട്രോളിംഗ് ടീമുകളെ നിയോഗിക്കും. ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസ് ഉൾപ്പെടെയുള്ള ഹൈവേ 4 സെഗ്മെന്റുകളായി തിരിച്ച് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തും. KKTM കോളേജ്, ശൃംഗപുരം P ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടപ്പുറം, ചേരമാൻ പറമ്പ് എന്നിവിടങ്ങളിലും പാർക്കിംഗ് സംവിധാനമൊരുക്കും. മോഷണം തടയാൻ മഫ്തിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. ക്ഷേത്ര പരിസരത്ത് കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. കടപ്പുറത്ത് തീരദേശ പോലീസിന്റെ നേതൃത്വത്തിൽ സുരക്ഷയൊരുക്കും. തൃശൂർ സിറ്റി, പാലക്കാട്, മലപ്പുറം എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ സുരക്ഷയ്ക്കായി എത്തും. കടലോര ജാഗ്രത, ഹൈവേ സുരക്ഷാ സമിതി, സ്കൗട്ട് എന്നീ സേവന സംഘങ്ങൾ പോലീസിനെ സഹായിക്കാനായി ഉണ്ടാകും. ആംബുലൻസുകൾ, സ്ട്രെച്ചറുകൾ തുടങ്ങിയ സൗകര്യങ്ങളും ഏർപ്പെടുത്തും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും വനിതാ പോലീസിന്റെ സേവനവും ഉറപ്പാക്കുമെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അറിയിച്ചു. ഓരോ ട്രാഫിക് സെഗ്മെന്റിലും പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഓരോ 2 ട്രാഫിക് സെഗ്മെന്റ് വെച്ചിട്ടും ബൈക്ക് പെട്രോളിനെ നിയോഗിച്ചിട്ടുണ്ട്. ഇതിൽ വരുന്ന ആദ്യത്തെ സെഗ്മെന്റ് HP പെട്രോൾ പമ്പിന്റെ ഏരിയയാണ്. രണ്ടാമത്തത് വിനായക പെട്രോൾ പമ്പ് ഏരിയയാണ് ഹൈവേയിലുള്ളത്. മൂന്നാമത്തെ സെഗ്മെന്റ് CI ഓഫീസ് ജംഗ്ഷൻ തൊട്ടിട്ട് ചന്തപുര വരെയാണ്. ചന്തപുര മുതൽ കോതവറമ്പ് വരെയുള്ള ഏരിയ അങ്ങനെ 4 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് വാഹനങ്ങൾ ഗതാഗത തടസ്സമില്ലാത്ത രീതിയിൽ പാർക്ക് ചെയ്യാൻ കഴിയും. 2 ഹൈവേയുടെ ഇരുവശത്തുള്ള സർവീസ് റോഡുകളും തുറന്നിട്ടുണ്ട്. അവിടെ 1 വേ സിസ്റ്റമാണ് നടപ്പിലാക്കുന്നത്. ആ ഒരു ലെവലിൽ തന്നെ പോയി കഴിഞ്ഞാൽ വലിയ ഗതാഗത കുരുക്കില്ലാതെ ഹൈവേ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. പിന്നെ ക്വാർട്ടേഴ്സിൻ്റെ സ്ഥലത്ത് നിന്നും ഈ ആൾക്കാർ, ഭക്തജനങ്ങളെ ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് ട്രാഫിക് കൺജഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അവിടെയും മുൻകരുതൽ എന്നോണം പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. തുടർന്ന് ക്ഷേത്ര പരിസരത്തും അതുപോലെ തന്നെ അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള മറ്റു സ്ഥലങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥരെ കൃത്യമായി തന്നെ വിന്യസിച്ചിട്ടുണ്ട്. ഏകദേശം 350ഓളം പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്കീമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ 350 പോലീസ് ഉദ്യോഗസ്ഥരിലും മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ സിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടാകുമെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതനുസരിച്ചിട്ട് മോഷണം തടയുന്നതിനും അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്നതിനും കൂടാതെ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നത്, ഗതാഗത തടസ്സം ഉണ്ടാകാതിരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള മുൻകരുതലാണ് കൂടുതലായും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുന്നത്. മാല പിടിച്ചുപറി, മാല പൊട്ടിച്ചുകൊണ്ട് പോക്ക് തുടങ്ങിയ കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്രാവശ്യം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനൊക്കെയായിട്ട് മഫ്തിയിലും പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ ഉള്ളിൽ കൃത്യമായിട്ടും നിയോഗിച്ചിട്ടുണ്ട്. അതിന് ജില്ലയിലെ ഡാൻസ് ഓഫ് സി ടീമിൻ്റെയൊക്കെ സാന്നിധ്യം നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. കൂടാതെ തന്നെ ഈ വഴിയോര കച്ചവടക്കാർ തമ്മിൽ ഇടയ്ക്ക് തമ്മിത്തല്ല് ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം 1-2 കേസുകൾ കഴിഞ്ഞ പ്രാവശ്യവും ഒക്കെ റിപ്പോർട്ടായതാണ്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. കൂടാതെ ഈ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്റ്റേ ഒക്കെ നമ്മളിവിടെ ദർബാർ ഹാൾ അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.
പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പുതിയ കൃഷിഭവൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ. ഈ കൃഷിഭവന് കെട്ടിടത്തിന് പൈസ കൊടുത്തു എന്ന് പറയുമ്പോൾ കൃഷി വകുപ്പിന്റെ മന്ത്രിക്ക് അതിൻ്റെ പേരിൽ സന്തോഷം ഉണ്ടാവുക സ്വാഭാവികം തന്നെയാണ്. അതാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടല്ല ഞാനത് പറയുന്നത്. നമ്മുടെ നാട്ടിലെ കൃഷിയുടെ കാര്യത്തിൽ വലിയ ഒരു ഇടപെടൽ നമുക്ക് ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ആവശ്യമുണ്ടെന്ന് പറയുന്നത്? നമ്മുടെ ഭക്ഷണത്തിൻ്റെ 95% കൃഷിയാണെന്നുള്ളതുകൊണ്ടാണ്. നമ്മളെല്ലാവരും കഴിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു 1000-ഓളം ആളുകൾ പങ്കെടുത്തൊരു മീറ്റിങ്ങിൽ ചോദിച്ചു, കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നവർ എത്ര പേരുണ്ട് എന്ന്. 16 പേർ കൈപൊക്കി. ഞാൻ വീണ്ടും ചോദിച്ചു, ഇതിൽ ഭക്ഷണം കഴിക്കുന്ന എത്ര പേരുണ്ടായിരുന്നു? എല്ലാവരും ചിരിച്ചു. ചുമ്മാ ചിലർ കൈയൊക്കെ പൊക്കി. കാരണം നേരത്തെ കൈവൊക്കെ നോക്കാത്തതിൻ്റെ ഒരു ചമ്മൽ കൊണ്ടൊക്കെ എല്ലാം ഇരിക്കുകയായിരുന്നു. ഞാൻ ആദ്യം ചോദിച്ചതും കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നവർ എന്നാണ് ചോദിച്ചത്. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് കൃഷിയുടെ ആനുകൂല്യം എന്ന് പറഞ്ഞാൽ ഈ കൃഷിഭവൻ വഴി കിട്ടുന്ന എന്തൊക്കെയോ ആനുകൂല്യം മാത്രമാണെന്നാണ്. വി.ആർ. സുനിൽകുമാർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 35 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ നോൺ റോഡ് ഫണ്ടിൽ നിന്ന് 2.52 ലക്ഷം രൂപയും ഉൾപ്പെടെ 37.52 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന അമിച്ചർ നാടക മത്സരത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട രചിത സന്തോഷിനെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് എന്നിവർ വിശിഷ്ടാതിഥികൾ ആയിരുന്നു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ AN രേണുക, സംഗീത അനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുമിത ദിലീപ്, കൃഷി ഓഫീസർ MT രേഷ്മ എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ കരിങ്ങാച്ചിറ ബണ്ട് കൃത്യസമയത്ത് കെട്ടാത്തത് മൂലം പകരപ്പള്ളി, കാരാമ്പ്ര, ചേതംകരി, കല്ലന്തറ എന്നീ പാടശേഖരങ്ങളിലെ 150 ഏക്കർ നെൽകൃഷി ഉപ്പുവെള്ളം കയറി നശിച്ച സാഹചര്യത്തിൽ അടിയന്തര നഷ്ടപരിഹാരം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പുത്തഞ്ചിറ മണ്ഡലം കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൃഷിഭവൻ ഉദ്ഘാടന വേദിയിലേക്ക് കരിങ്കൊടി പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ വെച്ച് സർക്കിൾ ഇൻസ്പെക്ടർ ബിനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KN സജീവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 150 ഏക്കർ നെൽകൃഷിയാണ് ഉപ്പുവെള്ളം കയറി നശിച്ചു പോയിട്ടുള്ളത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മളെല്ലാവരും പങ്കെടുത്ത ഗ്രാമപഞ്ചായത്തിലേക്ക് 2 ആഴ്ച മുമ്പ് നമ്മളൊരു പ്രതിഷേധ പ്രകടനവും അതുപോലെ തന്നെ പ്രകടനത്തിന് ശേഷം മാർച്ചിന് ശേഷം പുത്തഞ്ചിറ പഞ്ചായത്ത് ഭരണാധികാരികൾക്കും കൃഷി ഉദ്യോഗസ്ഥന്മാർക്കും നമ്മുടെ എല്ലാം കഷ്ടതകൾ വിവരിച്ചുകൊണ്ടുള്ള നിവേദനങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. ഉപ്പുവെള്ളം കയറി കൃഷി നശിച്ച കർഷകർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് കർഷകരുടെ പ്രധാനപ്പെട്ട ആവശ്യം. 1 ഏക്കർ നെൽകൃഷി പണിയുന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതുപോലെ തന്നെ 1 ഏക്കർ നെൽകൃഷി പണിയുന്നതിന് 35,000 രൂപയോളം നെൽകർഷകർ ചെലവഴിക്കണം. 150 ഏക്കർ നെൽകൃഷി പണിയുന്നതിന് 1 ഏക്കറിന് 35,000 രൂപ വെച്ച് എത്ര ലക്ഷം രൂപയാണ് പുത്തഞ്ചിറയിലെ നമ്മുടെ പുഞ്ചപ്പാട ശേഖരങ്ങളിലെ കർഷകർ ചെലവഴിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാം. മണ്ഡലം പ്രസിഡന്റ് തോമസ് പാനിക്കുളം അധ്യക്ഷനായി. TP പരമേശ്വരൻ നമ്പൂതിരി, MP സോണി, PI നിസാർ, ജോപ്പി മങ്കടിയാൻ, രാജേഷ് ആറേലിൽ, പത്മിനി ഗോപിനാഥ്, ജിസ്മി സോണി, MA കൊച്ചിമൊയ്തീൻ എന്നിവർ പ്രസംഗിച്ചു. CM രവീന്ദ്രൻ, അനിൽ കളരിക്കൽ, EM മധു, ജോർജ് പനക്കൽ, അയൂബ് TY, ഉബൈദ് TY, ജോക്കിം ജോർജ്, MP ജേക്കബ്, TM റഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും കോൺഗ്രസ് വിട്ടുനിന്നു. കർഷകരോടുള്ള അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു ചടങ്ങ് ബഹിഷ്കരിച്ചത്. തുടർച്ചയായി 2 വർഷവും കരിങ്ങിച്ചിറ മുതൽ പകരപ്പള്ളി വരെ 150 ഏക്കറോളം വരുന്ന പാടശേഖരങ്ങളിൽ ഉപ്പുവെള്ളം കയറി നെൽകൃഷി, ജാതി, കുരുമുളക് എന്നിവ നശിക്കുകയും സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ ഉപ്പുവെള്ളം കയറിയ അവസ്ഥയുമാണ്. കർഷകരുടെ ഈ ദുരിതത്തിന് പരിഹാരം കാണാത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെയും കൃഷിഭവൻ ജീവനക്കാരുടെയും അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നതെന്ന് പുത്തഞ്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VA നദീർ പറഞ്ഞു. 2 വർഷം മുമ്പ് ജില്ലാ പഞ്ചായത്ത് വലിയ തുക ചെലവഴിച്ചുകൊണ്ട്, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് കരിങ്ങച്ചിറ മുതൽ വൈക്കുലച്ചിറ വരെയുള്ള ചാല് ഡീപ്പൺ ചെയ്യുന്നതിന് വേണ്ടി വലിയ പദ്ധതി വെച്ചു. ആ പദ്ധതി വെച്ച് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് വലിയ വികസനങ്ങൾ കൊട്ടിഘോഷിക്കുമ്പോഴും പുത്തഞ്ചിറയിലെ കർഷകർ ഇപ്പോഴും കടക്കെണിയിലും കണ്ണീരിലുമാണ്.
അതുമാത്രമല്ല ആ പ്രദേശത്തുള്ള ജാതി വാഴ നിങ്ങൾ ആ മറ്റേ കുന്നത്തേരി ചേരിക്കര മാരേക്കാട് മേഖലകളിലേക്കൊന്ന് പോയാൽ അവിടെ ജാതി ഉണങ്ങി നിൽക്കുന്ന ഭയാനകരമായ കാഴ്ചകളാണ്. തീയിട്ട് നിൽക്കുന്ന പോലെ നിൽക്കുന്നു. വാഴക്കൃഷി നശിക്കുന്നു. ഇപ്പോൾ പുതിയതായി എനിക്കറിയാൻ സാധിച്ചത് അവിടെ ശുദ്ധജല കിണർ അവർ കുടിക്കുന്ന കിണറിലടക്കം ഉപ്പ് കയറിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. പഞ്ചായത്ത് ഭരണസമിതിയുടെയും കൃഷി വകുപ്പിൻ്റെയും അനാസ്ഥ കൊണ്ട് കണ്ണീരിലായിട്ടിരിക്കുന്ന കർഷകരെ ഓർത്ത് അവരുടെ ആ ദുരിതവും കഷ്ടപ്പാടും ഓർത്തപ്പോൾ ഞങ്ങൾക്ക് ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റി ഈ കർഷകരുടെ ദുരിതവും കണ്ണീരും അവരുടെ വിഷമവും പ്രയാസവും മനസ്സിലാക്കിക്കൊണ്ട് ഈ പരിപാടി ബഹിഷ്കരിച്ചിരിക്കുകയാണ്. കോമരക്കൂട്ടങ്ങൾക്കായി ശ്രീകുരുമ്പക്കാവിൽ പൗരാണികതയും ഐതിഹ്യങ്ങളും നിറയുന്ന വടക്കെടുത്ത് മഠവും ഒരുങ്ങി. ഇവിടെയും അശ്വതികാവ് തീണ്ടൽ വരെ കോമരക്കൂട്ടങ്ങളിലെ പള്ളിവാൽക്കിലക്കും ഉയരും. കോഴിക്കല്ലുമൂടൽ ചടങ്ങ് കഴിഞ്ഞതോടെ വടക്കെടുത്ത് തറവാടിന്റെ അകത്തളങ്ങൾ കോമരക്കൂട്ടങ്ങൾക്കായി തുറന്നു. ക്ഷേത്രത്തിന്റെ ഒരു വിളിപ്പാടകലെ കിഴക്കേ നടയിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ തറവാടിന്റെ മച്ചിലറയിൽ ഭഗവതി കുടികൊള്ളുന്നുവെന്നാണ് ഐതിഹ്യം. കോഴിക്കല്ലുമൂടൽ കഴിഞ്ഞതോടെ ശ്രീകുരുമ്പക്കാവിൽ എത്തിത്തുടങ്ങിയ കോമരക്കൂട്ടങ്ങൾ ഇനി അശ്വതി കാവു തീണ്ടൽ വരെ വടക്കേടത്ത് മഠത്തിലെത്തി തമ്പടിക്കും. ശ്രീകുരുമ്പക്കാവിലെ പ്രധാന കോമരം അശ്വതി നാളിലെ തൃച്ചന്ദന ചാർത്ത് പൂജകൾക്ക് മുമ്പായി ഇവിടെ നിന്നാണ് ഉറഞ്ഞുതുള്ളി മറ്റ് കോമരക്കൂട്ടങ്ങളുമായി ശ്രീകുരുമ്പക്കാവിൽ എത്തുക. ഭരണി ഉത്സവ ചടങ്ങുകൾക്കായി ആദ്യമായി ശ്രീകുരുമ്പക്കാവിലെത്തുന്ന കോമരം വെട്ടിത്തെളിയുന്നത് ഈ തറവാടിന്റെ മൂലസ്ഥാനത്തിന് മുന്നിൽ നിന്നാണ്. അശ്വതി ദിവസം രാവിലെ മച്ചിലറയിൽ ഭഗവതിക്ക് മുന്നിൽ പൂജിച്ച പള്ളിവാളുകൾ പ്രധാന കോമരം മറ്റു കോമരങ്ങൾക്ക് കൈമാറും. തുടർന്ന് പ്രധാന കോമരം ഉറഞ്ഞുതുള്ളി കിഴക്കേ നടയിൽ നിന്ന് പ്രദക്ഷിണ വഴിയിലൂടെ വടക്കേ നടയിലെ അവകാശത്തറയിലെത്തി കാവു തീണ്ടലിൽ പങ്കെടുക്കും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി മറ്റു വാർത്തകളിലേക്ക്. ഇന്നസെന്റ് ഒരു പാഠപുസ്തകമാണെന്ന് സിനിമാ താരം സലിം കുമാർ. ലെജൻഡ്സ് ഓഫ് ഇരിഞ്ഞാലക്കുടി ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇന്നസെന്റ് സ്മൃതി സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് വെറും വാക്കുകളല്ല, വളരെയേറെ സ്നേഹിച്ച, ആരാധിച്ചിരുന്ന ഒരു നടനായിരുന്നു ഇന്നസെന്റ് ചേട്ടൻ. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പകർത്താൻ ആഗ്രഹിച്ച, പകർത്താനൊന്നും പറ്റിയിട്ടില്ല എനിക്ക്, എങ്കിലും പകർത്താൻ ആഗ്രഹിച്ച ഒരു നടൻ കൂടിയാണ് അദ്ദേഹം. യാതൊരാളോടും ഒരു അസൂയയില്ലാത്ത ഒരു നടൻ, അതാണ് ഇന്നസെന്റ്. യാതൊരാളോടും ഒരാൾ, സാധാരണ കലാകാരന്മാർക്ക് അത് ഉണ്ടാവും, അസൂയയും കുശുമ്പും പൗശന്യവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇന്നസെന്റ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ആര് രക്ഷപ്പെട്ടാലും അദ്ദേഹത്തിന് സന്തോഷമുള്ളൂ. അങ്ങനെയുള്ളൊരു മനസ്ഥിതിയാണ് ഇന്നസെന്റ് ചേട്ടനെ എന്നെ കൂടുതൽ അടുപ്പിച്ചത്. സമ്മേളനം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര രംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് രണ്ടാമത് ഇന്നസെന്റ് പുരസ്കാരം സലീം കുമാറിന് സമ്മാനിച്ചു. ചാലക്കുടി മുനിസിപ്പൽ കൗൺസിലർ വിജയ് ജോജി, ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജോൺസൺ കോലഞ്ചേരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷയായി. ബിഷപ്പ് പോളി കണ്ണുകാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബൈജു കുറ്റിക്കാടൻ, മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി, ഇടവേള ബാബു, കലാഭവൻ ജോഷി, ഇന്നസെന്റ് സോണറ്റ്, ഷാജൻ ചക്കാലക്കൽ എന്നിവർ സംസാരിച്ചു. കാടുകുറ്റി പഞ്ചായത്ത് മാലിന്യമുക്ത പ്രഖ്യാപനവും നവീകരിച്ച MCFന്റെ ഉദ്ഘാടനവും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് അധ്യക്ഷയായി. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ, മോഹിനി കുട്ടൻ, ബീന രവീന്ദ്രൻ, P വിമൽകുമാർ, മോളി തോമസ്, അശ്വതി മഹേഷ്, രാഗി സുരേഷ്, ഹാഷിം സാബു തുടങ്ങിയവർ സംസാരിച്ചു. ലോട്ടറി ടിക്കറ്റ് വില വർധനവിനെതിരെ ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാളയിൽ പ്രതിഷേധ സമരം നടത്തി. മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജെനീഷ് ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ മാസം 2-ാം വാരത്തോടു കൂടി സംസ്ഥാനത്തിനകത്ത് ഇന്ന് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ലോട്ടറി ടിക്കറ്റുകളിൽ
50 രൂപയുടെ ടിക്കറ്റുകളാക്കി മാറ്റാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുകയാണ്. 7 ദിവസവും 7 വ്യത്യസ്തമായ ലോട്ടറി സംവിധാനങ്ങളിലൂടെയുള്ള ടിക്കറ്റുകളാണ് വിറ്റുകൊണ്ടിരിക്കുന്നതെങ്കിൽ കൂടി ആഴ്ചയിൽ ഒരു ദിവസം ഇതുവരെ 50 രൂപയുടെ ടിക്കറ്റാണ് ഉണ്ടായിരുന്നത്. ആ ടിക്കറ്റ് എടുക്കുന്നതിന് ആളുകൾ പലപ്പോഴും തയ്യാറാകാത്തൊരു സാഹചര്യവും പലപ്പോഴും എടുക്കുന്ന ടിക്കറ്റുകൾ വിറ്റ് കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് എല്ലാ ദിവസത്തെയും ടിക്കറ്റുകളുടെ നിരക്ക് 50 രൂപയിലേക്ക് വർദ്ധിപ്പിക്കുന്നത് വഴി ഇത് സർക്കാരിന് അധികമായ നേട്ടമുണ്ടാക്കും എന്നുള്ളതിനോടൊപ്പം തന്നെ ഈ പാവപ്പെട്ട തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് ടിക്കറ്റ് വിറ്റുപോകാത്തൊരു സാഹചര്യവും സാമ്പത്തികമായ പ്രയാസവും പ്രതിസന്ധിയും സൃഷ്ടിക്കുന്ന ഒന്നാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിയോ കൊടിയൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് PN സതീഷ്, വൈസ് പ്രസിഡന്റ് ND പോൾസൺ എന്നിവർ സംസാരിച്ചു. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അംഗൻവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വേളൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേളൂക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി ആന്റോ പെരുമ്പള്ളി ധർണ ഉദ്ഘാടനം ചെയ്തു. വേളൂക്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശശികുമാർ ഇടപ്പുഴ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ മാത്യു, കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, വേളൂക്കര മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ, മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ, പഞ്ചായത്ത് മെമ്പർമാർ, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, ബൂത്ത് പ്രസിഡന്റുമാർ, വാർഡ് പ്രസിഡന്റുമാർ, കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്തു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ശാന്തിപുരം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ആരംഭിച്ച മെഡിക്കൽ ലബോറട്ടറിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് MS മോഹനൻ നിർവഹിച്ചു. 2024-25 വാർഷിക പദ്ധതിയിൽ ഗ്രാമപഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് ലാബിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ PA നൌഷാദ്, വാർഡ് മെമ്പർ ജാസ്മിൻ റഫീഖ്, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്വപ്ന ചന്ദ്രൻ, ഡോക്ടർ സരിത, ഡോക്ടർ ലിബിൻ ജോസഫ്, MP ജയൻ, ബീരു KD രാജൻ, ബഷീർ കാട്ടകത്ത്, അബ്ദുൾ റഹ്മാൻ, ലാബ് ടെക്നീഷ്യൻ ഗോകുൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് മദ്യം വാങ്ങി നൽകിയ 2 യുവാക്കളെ അറസ്റ്റ് ചെയ്തു. 10ാം ക്ലാസ് പരീക്ഷ അവസാനിക്കുന്ന ദിവസം കുട്ടികൾക്ക് മദ്യം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് കുട്ടികളിൽ നിന്ന് പിരിവ് വാങ്ങി ബീവറേജിൽ നിന്ന് മദ്യം വാങ്ങി കുട്ടികൾക്ക് നൽകിയ ചാപ്പാറ പന്തീരാമ്പാല സ്വദേശിയായ അഭിജിത്ത്, ചാപ്പാറ സ്വദേശിയായ പടിഞ്ഞാറി വീട്ടിൽ അമർനാഥ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്യവുമായി സ്കൂളിൽ പോയ കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ സ്കൂൾ അധികൃതർ കുട്ടികളുടെ ബാഗ് പരിശോധിച്ചതിൽ നിന്നാണ് മദ്യം കണ്ടെടുത്തത്. തുടർന്ന് രക്ഷിതാക്കൾക്കൊപ്പം കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി നൽകുകയായിരുന്നു. FIR രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ ബിവറേജിൽ നിന്നും മദ്യം വാങ്ങി ഇവർ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നൽകി കുട്ടികളെ ലഹരിക്ക് അടിമപ്പെടുത്താൻ ശ്രമിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ 2 യുവാക്കളെയും റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ PK, സബ് ഇൻസ്പെക്ടർ തോമസ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മതമൈത്രിയുടെ സന്ദേശം വിളിച്ചോതി യുവ അഴീക്കോടിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. മാർത്തോമ തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ സണ്ണി പുന്നേലിപ്പറമ്പിൽ ഇഫ്താർ സന്ദേശം നൽകി. യുവ അഴീക്കോട് പ്രസിഡന്റ് മുബാറക്ക് EI അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സൈദലവി മിസ്ബാഹി, നൌഷാദ് കറുകപ്പാടത്ത്, മഹൽ പ്രസിഡന്റ് നൌഷാദ് നമ്പൂരിമഠത്തിൽ, PP ജോൺ, PH റഹീം, PA കരുണാകരൻ, അഷറഫ് പൂവുത്തിങ്കിൽ, മനാഫ് അഴീക്കോട്, സജി CK, സലാം ചിറക്കൽ, റിബിൻ KP എന്നിവർ സംസാരിച്ചു. 2025 മാർച്ച് 30 കേരളം മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി CPI ചാലക്കുടി ഏരിയയിൽ നടക്കുന്ന മെഗാ ശുചിത്വ യജ്ഞത്തിന് തുടക്കമായി. ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം TP ജോണി അധ്യക്ഷത വഹിച്ചു. KP തോമസ്, MM രമേശൻ, അഡ്വക്കേറ്റ് KR സുമേഷ്, MN ശശിധരൻ, MA ഗോപി, CG സിനി, KI അജിതൻ, KM ബഷീർ എന്നിവർ സംസാരിച്ചു. 165,36,09,629 രൂപ വരവും 160,78,67,060 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ചാലക്കുടി നഗരസഭയുടെ 2025-26 വർഷത്തെ ബഡ്ജറ്റ് വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി അവതരിപ്പിച്ചു. കൃഷിക്കും മാലിന്യ സംസ്കരണത്തിനും പ്രാധാന്യം നൽകുന്നതാണ് ബഡ്ജറ്റ്. നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷനായി. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന് കർശന സുരക്ഷയൊരുക്കി പോലീസ്. സുഗമമായ ആഘോഷ പരിപാടികൾക്കായി ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായി കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ.
പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിൽ പുതിയ കൃഷിഭവൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. കർഷകരോടുള്ള അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ചടങ്ങിൽ നിന്നും കോൺഗ്രസ് വിട്ടുനിന്നു. ഇന്നസെന്റ് ഒരു പാഠപുസ്തകമാണെന്ന് സിനിമാ താരം സലീം കുമാർ. ലെജൻഡ്സ് ഓഫ് ഇരിഞ്ഞാലക്കുടിയുടെ ഇന്നസെന്റ് സ്മൃതി സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.